തൃശ്ശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടക്കുന്നത്. സ്വരമധുരം താളമേളനം സ്വരമധുരം കാവ്യനാടകം നടനരസം കാവ്യനാടകം നടനരസം മോദവാരിധി സമനഗരം മോദവാരിധി സമനഗരം കേരനാടിതിൽ കലയുണരേ ഇതാ നാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിയിൽ സ്വാഗത നൃത്തമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. നമുക്ക് അടുത്ത ഇനങ്ങളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ തിരശ്ശീല വീണിരിക്കുന്നു പ്രധാന വേദിയിൽ. ആളുകൾ കാത്തിരിക്കുകയാണ് അടുത്ത ഇനത്തിനു വേണ്ടി. വിപിൻ സി വിജയൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. വിപിൻ, എനിക്ക് തോന്നുന്നത് പ്രധാന വേദിയിലെ സ്വാഗത നൃത്തമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. എന്താണ് കലോത്സവ വിശേഷങ്ങൾ? കലോത്സവത്തിന്റെ പ്രമേയ ഗാനം തയ്യാറാക്കിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 64ാമത് സംസ്ഥാന കലോത്സവത്തിന് തുടക്കമായിരിക്കുന്നു. നെറ്റിപ്പട്ടവും അതിന്റെ വെഞ്ചാമരവും ഒക്കെയായിട്ടുള്ള ഒരു നൃത്തശില്പം, അതോടുകൂടിയായിരുന്നു തുടക്കം. ഒരുപക്ഷെ തൃശ്ശൂരിൽ ഇങ്ങനെ തന്നെയല്ലേ തുടങ്ങേണ്ടത് എന്ന് നമുക്ക് തോന്നാവുന്ന രീതിയിൽ അത്രത്തോളം കണ്ണിറയ്ക്കുന്ന ചന്തത്തോടു കൂടിയുള്ള ഒരു നൃത്തശില്പത്തോടു കൂടിയാണ് ഇപ്പോൾ തുടക്കം. മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഒന്നാമത്തെ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ ഒരു
ഇപ്പോൾ സംസ്ഥാന കലോത്സവത്തിന്റെ അതിനെ തിരിതെളിയും. ആ തിരിതെളിയിച്ചതിന് ശേഷം പിന്നീട് 25 വേദികളിലായിട്ടാണ് ഈ വിദ്യാർത്ഥികൾ കലയുമായി മാറ്റുരയ്ക്കുന്നത്. അത്രത്തോളം വിദ്യാർത്ഥികളെല്ലാം തന്നെ സജ്ജമായി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. ഇനിയുള്ള മണിക്കൂറുകൾ എങ്ങനെയാണ് പുതിയ തലമുറ അവർ എങ്ങനെയാണ് ആ കലയെ ഉൾക്കൊള്ളുന്നത്, അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ നമുക്ക് കാണാനും ആസ്വദിക്കാനുമുള്ള മണിക്കൂറുകളാണ്. രാപ്പകൽ ഭേദമന്യേ എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ ആ ഒരു കലയുടെ ഉത്സവത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തൃശ്ശൂരിലേക്ക് നമുക്ക് എത്തുമ്പോൾ തന്നെ ആ ഒരു വൈബ് ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇന്ന് രാവിലെ തന്നെ ഒരു ചെറിയ ഇലഞ്ഞിത്തറ മേളത്തിന്റെ ഒക്കെ ഒരു ചെറുപതിപ്പോട് കൂടി ഒരു തുടക്കം, അത് എന്ത് രസമായിട്ടായിരുന്നു എന്ന് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അത്രത്തോളം ഒരു പങ്കാളിത്തം കൂടി പറയേണ്ടതാണ്. നമുക്ക് ഈ ഒന്നാമത്തെ വേദിയിൽ തന്നെ കാണാം, ആയിരക്കണക്കിന് ആളുകൾക്ക് ഇരിക്കാവുന്ന വലിയ വേദിയാണ് ഒന്നാമത്തെ വേദിയായി ഒരുക്കിയിരിക്കുന്നത്. ആ വേദിയിൽ ഇപ്പോൾ അത് നിറഞ്ഞിരിക്കുന്നു, അത് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഉദ്ഘാടനത്തിന് ശേഷം ആദ്യ ഇനമായിട്ടുള്ള മോഹിനിയാട്ടം അത് ഒന്നാമത്തെ വേദിയിൽ അരങ്ങേറും. പിന്നീട് ഇന്ന് മിമിക്രിയുണ്ട്, ചാക്യാർകൂത്തുണ്ട്, ആദ്യ ഒപ്പനയുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു കളർ ഐറ്റം എന്നൊക്കെ നമ്മൾ പറയുന്ന ആദ്യത്തെ ദിവസം തന്നെ ആ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. സംഘനൃത്തം ഉൾപ്പെടെയുള്ളവ ഉണ്ട്. ഇന്നിപ്പോൾ ഒന്നാമത്തെ വേദിയിലുള്ള ഉദ്ഘാടന സെക്ഷന് ശേഷമായിരിക്കും ഈ ഒരു ഐറ്റങ്ങളിലേക്ക് എല്ലാം തന്നെ പോകുന്നത്. അത് മറ്റ് വിദ്യാർത്ഥികൾ, മറ്റ് ദേശങ്ങളിൽ നിന്നുള്ള എല്ലാവരും എത്തിയിരിക്കുന്നു, അധ്യാപകർ എത്തിയിരിക്കുന്നു, രക്ഷിതാക്കൾ എത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മ പൊതുവെ തൃശ്ശൂരിലെ എല്ലായിടത്തും കാണാനുണ്ട്. ഈ തേക്കിൻകാട് മൈതാനത്താണ് 3 സ്റ്റേജുകൾ ഒരുക്കിയിരിക്കുന്നത്. പിന്നീട് തൊട്ടടുത്തായിട്ട് തന്നെ 25 സ്റ്റേജുകളിലായി ഇനി അങ്ങോട്ട് കലയുടെ മണിക്കൂറുകൾ, കലകലോ കലകല, അതാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിൽക്കുന്ന വൈബ്. അങ്ങനെ കലയുടെ എല്ലാ കണ്ണുകളും തൃശ്ശൂരിലേക്ക്, സംസ്ഥാനത്തിന്റെ എല്ലാ കണ്ണുകളും തൃശ്ശൂരിലേക്ക് എത്തുകയാണ്. ജിക്കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.